വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം ഓഫ് ഗാങ്സ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന ഗെയിം മറ്റേ ഞാൻ വീണ്ടും വന്നു. പാർട്ട് 2 അല്ല ഇത്, അല്ല പാർട്ട് 3 അതൊന്ന്. പാർട്ട് 3 മറ്റേ ഗാങ്സ്റ്റർ ഷോപ്പ്, മറ്റേ ഇലക്ട്രോണിക് ഷോപ്പ് സിമുലേറ്ററിൻ്റെ അടുത്ത പാർട്ട് 3 ആട്ടോ പാർട്ട്. അപ്പം നമ്മളതിൽ 1000 റുപ്പീസ് ഉണ്ട്. ഇതിന് ഞാൻ ആലോചിക്കുന്നത് മറ്റേ ടേബിൾ വാങ്ങിയാലോ എന്നാണ്. പ്ലാറ്റ്ഫോം അല്ല, ഈ പ്ലാറ്റ്ഫോം വാങ്ങാൻ ഏറ്റവും അടിയിൽ കിടക്കുന്നൊരു 2500 രൂപ ഉണ്ടാക്കാൻ മതി. ഉണ്ടാക്കാൻ നോക്കാം, എന്നിട്ട് അത് വാങ്ങാം. നല്ല ഭംഗിയായിരിക്കും. 800 ആയി. അവസാനം വെക്കുമ്പോഴത്തേക്ക് ഒരു 2000 രൂപ കിട്ടും. വീണ്ടും 2300 ആക്കും. അപ്പോൾ 2500 കിട്ടും ഉറപ്പാ. ഓക്കെ, ന്യൂ ഡെലിവറി ഇത്ര ഒട്ടും തോന്നുന്നു. എന്നാൽ വേണം ക്യാഷ് ഉണ്ടാക്കാം. എവിടെ സാധനങ്ങൾ? ഓക്കെ, ഓക്കെ. ഇനി അടുത്ത പാർട്സൽ എവിടെ? എന്തത്? ഓക്കെ, ഓപ്പൺ. സാധനം വെച്ചു. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നു, കണ്ടോ? ഫുള്ള് സാധനം വെച്ചപ്പോൾ തന്നെ ആളുകൾ വന്നു. ഇത് ഇങ്ങനെ ഫുള്ളായി കാണുന്നത് ഇങ്ങനെ തന്നെ ആക്കണം. നമ്മളെല്ലാ എല്ലാ അലമാരയും ഫില്ലാക്കണം. 65. താങ്ക് യു ചേച്ചി. അയ്യോ സോറി. ആ ഫർണിച്ചറിന് എത്രയാ? 2500 അടപ്പ് 1000 കിട്ടൂ. സോറി, ചേട്ടാ മറന്നു എന്നോട്. അയ്യൊരു പ്രോഫിറ്റ് നമുക്ക് പോയല്ലോ ഗൈസ്. പ്രോഫിറ്റ് ആ മൈൻഡ് പെട്ടെന്ന് വന്നില്ല, സോറി, മറന്നു വേടാ. $65 രൂപ വേണം. ഒന്നൊരു ബോധേച്ചി. ഓക്കെ, കേട്ടോ? എവിടെ അടുത്ത ആള്? ഓക്കെ, ലെവലപ്പായി ഗൈസ്. 9ാമത്തെ ലെവലെത്തി നമ്മൾ. ഓക്കെ, വേഗം വിട്ടോ. ഓക്കെ, അടുത്ത ആള്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ 2 പാർട്ട് പോലെയല്ല ഈ പാർട്ട്. ഈ ഗെയിം ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയി. കണ്ടോ? മേശേൻ്റെ കളറൊക്കെ കണ്ടോ നിങ്ങൾ? ഷെൽഫിൻ്റെ കളർ മാറി, ടൈലിൻ്റെ കളർ മാറി, എല്ലാം മാറി. എനിക്കിപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പേ ആദ്യത്തെ 2 പാർട്ടും ചാനൽ കയറി എടുത്ത് നോക്കി. അപ്പോൾ വ്യത്യാസമുണ്ട്, ഗെയിം മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. അതുമല്ല, ഇവിടെ കാർ ഡീലർഷിപ്പ് ഓപ്പൺ ആയല്ലോ. ഓപ്പൺ ആയില്ല, ഓപ്പൺ ആവുന്നു. ഇപ്പം ഇങ്ങനെ ഉണ്ട്, സംഭവം ഉണ്ടെന്ന് കാണിച്ചല്ലോ. ഇത്രാമത്തെ ലെവലിൽ ഓപ്പൺ ആവുമായിരിക്കും. കസ്റ്റമർ വന്നു. ഇതെന്തത്? ഓക്കെ, അങ്ങനെ നമ്മളെ കസ്റ്റമർ എത്തിയിട്ടുണ്ട്. 1672 രൂപയായിപ്പോൾ. ഓക്കെ, ഇങ്ങനെ എല്ലാവരും കാർഡ് തന്നെ കൊണ്ടുപോകുന്നുണ്ടേ. പണി വേഗം തീർന്നു കിട്ടും. ഓക്കെ, ഇനി എന്താ? അയ്യോ ചേച്ചി പോല.
ന്യൂ ഡെലിവറി വന്നിട്ടുണ്ട്. ഇത് ചില ആൾക്കാർക്ക് വൈകിയ ഡെലിവറി എത്തും. എനിക്ക് ബൂസ്റ്റ് നെക്കിയാലും ഇല്ലെങ്കിലും ഒരു 2-3 മിനിറ്റ് എടുക്കും. കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. ചില സമയം കേട്ടോ, ഞാൻ പറഞ്ഞ എപ്പോഴും അല്ല. ആ കലക്കായിരിക്കും ഗെയിമിൽ, പറയാൻ പറ്റില്ല. ഓക്കെ, കസ്റ്റമേഴ്സ് 2 ആളായി, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ചേട്ടാ, ബൈ. ചില്ലറ കൊടുത്തിട്ട് കുറേ ആയില്ലേ. ആ മറ്റേ ഇപ്പോൾ പോയില്ലേ ഒരാൾ, അയാളാ വാങ്ങിയത്. ഇപ്പോൾ പോയതല്ല, ഒരു ചേച്ചി. ആ ചേച്ചിക്ക് മുമ്പേ ഒരാൾ വന്നിരുന്നു. അയാളെ ചില്ലറ വാങ്ങി. കുറേ ആയി ചില്ലറ അയാൾ വാങ്ങിയിട്ട്. ഓക്കെ, ഓക്കെ ബൈ. ഞാൻ സംഭവം കാണിച്ചു തരുന്നത് ഒറ്റ ചില്ലറ ബാലൻസ് ആയിട്ട് പറഞ്ഞിട്ട് വരട്ടെ ആൾക്കാർ. ഇതിലൊരു ആൾക്കാരെ സ്ട്രാറ്റജി ഞാൻ കാണിച്ചു തരുന്നത്. ഇതാ കണ്ടോ, ഇതിലിപ്പോൾ ഞാനില്ലേ 0 ഗിവിങ്ങാണ് കൊടുക്കണ്ടേ, ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 രൂപ കൂട്ടിക്കൊടുത്ത് ഓരോ വാങ്ങിയിട്ട് പോവും. ഇനിയിപ്പം ഒന്നും കൊടുക്കാണ്ടിരുന്നാൽ അയാൾക്ക് പറ്റില്ല. കൂടി കിട്ടുവാണെങ്കിൽ വാങ്ങും, കുറഞ്ഞ് കിട്ടിയാൽ വാങ്ങൂല. ഇതെന്തത്? എൻ്റെ പൈസ മുടിപ്പിക്കാനായിട്ടല്ലെണ്ണ കൂടി വാങ്ങിക്ക് രാവിലെ തന്നെ. ഒരു 2500 ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റേ കറങ്ങുന്ന മേശന വാങ്ങും. എന്നിട്ട് എവിടെ വെക്കും? ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് വെക്കും ഞാൻ. ഓക്കെ, 65 രൂപ കൊടുത്തു വാങ്ങി. ഓക്കെ, അടുത്ത 65 വാങ്ങി. 65. ഓക്കെ, പൈസയുണ്ട്. എവിടെ കസ്റ്റമേഴ്സ്? എവിടെ ഇത്? ചിലപ്പോൾ കേട്ടോ നമുക്ക് അല്ല 2500 രൂപ ചിലപ്പോൾ കിട്ടും. 2 ഫോൺ കൂടി ഇല്ലേ? അല്ല 2 അല്ല, 4 ഉണ്ട്. ഓക്കെ, വേണം കേട്ടോ. ഓക്കെ, 1 രൂപ വേണം കേട്ടോ. പൈസ ഇതാ ഇപ്പം നമുക്ക്. യെസ്, 2500 രൂപയെ ഗൈസ് ഞാൻ വാങ്ങാൻ പോവുകയാണെ. ബാക്കി വെറും 5 രൂപ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഗൈസ് ഇപ്പോൾ 2500 രൂപ കിട്ടിയ ഡ്രോണല്ല, എന്തായിരുന്നു അതിൻ്റെ പേര്? ഹോവർ ബോർഡ് വെക്കുന്നേ. ഹോവർ ബോർഡ് വെക്കാൻ പറ്റുന്ന ഇതില്ലേ, എന്താ പറയുക, ഒരു ഫർണിച്ചറിൽ ഏറ്റവും അടിയിൽ കാണുന്നേ, അത് വാങ്ങാം. പക്ഷെ വാങ്ങിയാലൊരു പ്രശ്നമുണ്ട്. ആകെ നമ്മളതിൽ എത്ര ഉണ്ടാവുള്ളൂ, ബാക്കി 5 റുപ്പീസാണ് ഉണ്ടാവും. അത് ഭയങ്കര പൊട്ടത്തരാവാം ചിലപ്പോൾ, എനിക്കറിയില്ല. എന്നാലും ഞാൻ ബൈ കൊടുക്കട്ടെ. എടാ ബൈ കൊടുത്തു. ഓക്കെ, അല്ല ക്ലിയറാ കൊടുത്തേ. ബൈ കൊടുത്തടാ. ബാക്കി 5 രൂപ. ഒരു ഇലക്ട്രിക് സ്റ്റോറിൽ ഒരാളെ അവസ്ഥ ആലോചിച്ചോക്ക് ഗായ്സ്. ഡെലിവറി എത്തി. ഒരു 2 രൂപ കയ്യിൽ. അയ്യോ, എൻ്റെ പൈസ പോയേ. ഓപ്പൺ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗായ്സ്, ഈ ഒരു സാധനം വെക്കാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ കയ്യിൽ എല്ലാ പൈസയും ഞാൻ കളഞ്ഞി. ഗായ്സ് പെട്ട്. ഇനി നമ്മളങ്ങനെ പൈസ ഉണ്ടാക്കും? കയ്യിലൊരു സാധനമാണ് ഇല്ല. നമ്മളാണെ ഫർണിച്ചർ വാങ്ങി തുറച്ചിട്ട് ഉള്ള പൈസ മൊത്തം പോയില്ലേ. ഇത് വിൽക്കാൻ പറ്റുമോ?
സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എടാ മാനേജ്മെൻറ്റ്, പക്ഷേ ഇത് ഗ്രോത്ത് ലൈസൻസ് മാങ്ങാ തേങ്ങ അതും ഇതൊക്കെയാണ്. വിൽക്കാൻ പറ്റുമോ? എടാ ഇത് വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. മ്യൂസിക്, അമ്മക്കിപ്പം മ്യൂസിക് ഓഫാക്കിയിടാം. മ്യൂസിക് ഒന്നും വേണ്ട. എടാ ക്വാളിറ്റി മീഡിയം. എടാ ഇതൊന്നും വിൽക്കാനൊന്നും പറ്റിയല്ല. ഇത് വെറുതെ വാങ്ങിയിട്ട. അല്ലടാ മ്യൂസിക് ഇല്ലായിട്ട് സുഖമല്ലല്ലോ. ആ മ്യൂസിക് തിരിച്ചു വരുത്താം. ഇനി ഇത് എന്ത് വെക്കും നമ്മൾ? മല്ലയ ഇതൊന്നും ചെന്ന് ഡസ്റ്റ്ബിന്നിലിടാം. എന്തോന്നിന് വാങ്ങിയതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഗായ്സ് എന്നാൽ ഇത് ഇവിടെ വെക്കണോ? ചേട്ടാ ഇത് വെറുതെ നമ്മൾ വാങ്ങിയതാട്ടോ. ചേട്ടാ ഇത് എന്തൊരു ഇതത്. ഇനിയിപ്പോൾ നമ്മൾ പൈസക്ക് എന്ത് വാങ്ങും? 5 രൂപയ്ക്ക് ഒരു കപ്പലണ്ടി മുട്ടായി വിൽക്കാം. ഓക്കെ ഗായ്സ്, ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം ഇങ്ങോട്ടേക്ക് ഈ അറ്റത്തേക്കൊന്ന് നീക്കി വെക്കുക. ഓക്കെ, അല്ല സോറി, ഇങ്ങോട്ടേക്കല്ല പ്ലേസ്, അങ്ങോട്ടേക്ക് നീക്കി വെക്കുക. അല്ല എങ്ങോട്ടായിരുന്നു നീക്കി വെക്കണേ? മറന്നുപോയി. ഓ സോറി ഗൈസ്, ഇങ്ങോട്ടല്ല, എല്ലാം ഈ അറ്റത്തേക്ക് മാറ്റി വെക്കുക. എനിക്കൊരു പ്ലാൻ ഉണ്ട്. പ്ലേസ് എല്ലാം അടുപ്പിച്ച് വെക്കാം നമുക്ക്. ഇത്രയും മേശയുണ്ട്. ഇതൊന്നും വിൽക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അത് ബാഡായിപ്പോയി. ഇതിങ്ങനെ വെച്ചാലോ? ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പം. അത് കൊള്ളാം, അത് കൊള്ളാം കേട്ടോ. അല്ല ഇതല്ല, ഇത് പിടിക്കും. ഇതെടുത്ത് ഇവിടെ കൊണ്ടുവെക്കും. കൊച്ചിൻ്റെ കടപൂട്ട് കട ഓപ്പൺ ആക്കിയിട്ട് ഇതൊക്കെ പണിയെടുക്കുന്ന. ഓക്കെ ഗൈസ്, ഓക്കെ ഇനി ഇവനെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് വെക്കുക. ഇനി ഇപ്പം ഉണ്ടായിരത്തിനടുത്ത് എൻ്റെ ഉള്ള പൈസ ഒത്ത കളഞ്ഞിട്ട് ഓനോടെ വന്ന് കൂത്തിരിക്കുന്നു. ദുഷ്ടൻ. പ്രൈസ് ഓക്കെ എന്നെ മുടിപ്പിച്ച ഇയാള്. ഇതെങ്ങോട്ടാ? ഓക്കെ ഇത് മാറ്റി അങ്ങോട്ടാ പോവും. ഓക്കെ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇനി ഇവനെ പിടിച്ച് ഓക്കെ ഇതിവിടെ കുത്തിക്കട്ടെ. കടയാക്കി മാറി. ഇപ്പോൾ ഒരാൾ നോക്ക് ഇങ്ങനെ ഇതിലൂടെ വിരിയാ വിചാരിക്കുക.
കേട്ടിട്ടു ഇങ്ങനെ വരുമ്പോൾ ഒന്ന് കാണുക. അയ്യ് എന്ത് വലിയൊരു എന്ത് നല്ലൊരു കട. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിപ്പോൾ പൈസ ഇല്ല. 9 രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്താൽ ഇതിൽ 7000 രൂപ കിട്ടും. പക്ഷെ അപ്പണി വേണ്ട. അതുകൊണ്ട് പരസ്യം കണ്ട് ഒരു 65 രൂപ ഞാൻ ഉണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ എങ്ങനെയൊക്കെ ഒരു 70 രൂപ കിട്ടി ഒന്നും കൂടി കണ്ട് പരസ്യം ഉണ്ടാക്കാം. പക്ഷേ പൈസ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, എങ്ങനെയൊക്കെ ഞാൻ 200 രൂപ ഉണ്ടാക്കി. അവൻ നിങ്ങൾ വിചാരിക്കുക 200 എവിടെയെന്ന്. 200 ഞാൻ എന്ത് ചെയ്ത് ഒരു സെറ്റ് ഫോൺ കേസ് വാങ്ങി. ഫോൺ കേസ് എത്തി. ഇനി 0 തുടങ്ങുവാണ് നമ്മളുടെ എന്ത്. പക്ഷെ എന്താ അതിൻ്റെ പേര്, ഇതെന്തൊരു ഇത്. അത് അറ്റത്തുള്ള അലമാരയിൽ നമ്മൾ വെച്ചോണ്ട്. യെസ് ഗൈസ്, വി ആർ റിച്ച്. ഐ ആം റിച്ച്. അപ്പോൾ ഗൈസ് പറയാൻ മറന്നു, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ അടുത്ത പാർട്ട് കൊണ്ടുവരാം. പറ്റുവാണെങ്കിൽ ഇനിയും പാർട്ട് കൊണ്ടുവരാം. ഓക്കെ, ഈ വീഡിയോ ഇത്ര മതി എനിക്ക് തോന്നുന്നു. ഓക്കെ, ബൈ.